ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ട്രാവൽ. നമ്മളിന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലേലി അപ്പൂപ്പൻ കാവിലാണ്. അച്ചൻകോവിലാണ് തീരത്താണ് ഈ ഒരു ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോന്നിയിൽ നിന്നും 8 കിലോമീറ്റർ, പത്തനംതിട്ടയിൽ നിന്നും 19 കിലോമീറ്ററാണ് ഇവിടത്തേക്ക് ദൂരം വരുന്നുള്ളൂ. കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്. വൃശ്ചിക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ ശബരിമല പോകുന്ന വഴിയിൽ കയറി തൊഴുതിട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. കോന്നിയിൽ നിന്നും അച്ചൻകോവിൽ പോകുന്ന വനപാതയിലായതുകൊണ്ട് തന്നെ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വേണം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ചെല്ലാനായിട്ട്. ഇവിടെ നമ്മൾ നേരെ അച്ചൻകോവിൽ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രം വരുന്നുണ്ട്. അവിടെയും പോകുന്ന വഴി നമുക്ക് കയറി തൊഴാനായിട്ട് പറ്റും. വനപാതയിലൂടെ തന്നെയാണ് പോകുന്നത്. അച്ചൻകോവിൽ പോകുന്ന റൂട്ട്, ഈ കോന്നി ടു അച്ചൻകോവിൽ പോകുന്ന റൂട്ട് കേരളത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ പാതകളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു പാത വരുന്നത്. ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ വിഹരിക്കുന്ന കേന്ദ്രം തന്നെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പ്രിക്കോഷൻസ് കാര്യമൊക്കെ തീർച്ചയായിട്ടും സൂക്ഷിച്ച് തന്നെ പോകാനായിട്ട് നോക്കുക. ഇവിടെ നമ്മൾ നേരെ അച്ചൻകോവിലേക്ക് തന്നെയാണ് പോകുന്നത്. അച്ചൻകോവിലിൽ നിന്നും തെങ്കാശിയിലേക്കാണ് പോകുന്നത്. തെങ്കാശി തിരുമലക്കോവിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പുഷ്പ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് തിരുമലക്കോവിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്രയും ഗ്രൗണ്ടുകൾ ഈ ഒരു വനപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം മോശപ്പെട്ട റോഡെന്ന് തന്നെ പറയാം കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഡേഞ്ചറസ് പാത തന്നെയാണ് ഈ ഒരു പാത വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ്. പോകാൻ പറ്റിയ റൂട്ട് തന്നെയാണ് കേട്ടോ. വനപാതയിലൂടെ ഏകദേശം ഒരു 40 കിലോമീറ്ററോളം അച്ചൻകോവിലേക്ക് ഇവിടത്തേക്ക് ദൂരം വരുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയിൽ തന്നെ പോകാനായിട്ട് നോക്കുക. ഇവിടെ നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. തമിഴ്നാട് അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് തൊഴുത് അവിടുന്ന് തെങ്കാശിയിലേക്ക് പോവുകയാണ്. തെങ്കാശിയിൽ ചെന്നതിന് പുഷ്പ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പ്രിക്കോഷനൊക്കെ എടുത്ത് ഫോറസ്റ്റുകാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അതുപോലെ തന്നെ പോകുക. കാരണം ഓരോ വളയുമ്പോഴും ഫ്രണ്ടിൽ ആന ഉണ്ടാവോ കാട്ടുപോത്തുണ്ടാവോ ഒന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം അത്രത്തോളം ഇടുങ്ങിയ റോഡ് തന്നെയാണ് ഈ ഒരു റോഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിട്ട് ഇപ്പോൾ ഈ ഇത്രയും ദൂരം പോകുമ്പോൾ ഹോണോ കാര്യങ്ങളൊന്നും അടിക്കാൻ പാടില്ല. അതിനുള്ള മുന്നറിയിപ്പൊക്കെ തന്നിട്ട് തന്നെയാണ് അവരെ ഉള്ളിലേക്ക് ചെക്ക് പോസ്റ്റ് തുറന്ന് നമ്മളെ അകത്തേക്ക് വിടുന്നത്. അപ്പം തീർച്ചയായിട്ടും അവർ പറയുന്നതൊക്കെ കേട്ട് അതുപോലെ തന്നെ നമ്മൾ പോകാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ആനയെ കാണുമല്ലോ, നമുക്ക് വണ്ടി തിരിക്കാനോട്ടോ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. കാരണം ചെറിയ റോഡ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും, മുമ്പിലത്തെ റോഡ് കാണാനായിട്ട് കഴിയും. ഫോറസ്റ്റ് റൈഡിലൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവർ വന്ന് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് അച്ചൻകോവിൽ വരുന്നത്. അവിടെ നമ്മൾ തെങ്കാശിയിലെത്തി. തെങ്കാശിയിൽ നമുക്ക് മാനമുട്ടം നിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഈ തെങ്കാശിയിലെ ക്ഷേത്രം വരുന്നത്. നമുക്ക് നടക്കാനാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോകാം, അല്ലെങ്കിൽ നമുക്ക് വണ്ടിയിലാണെങ്കിൽ കാറിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി മുകളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ വരുന്നുണ്ട്. 50 രൂപയാണ് ഇവിടുത്തെ പാസ് വരുന്നത്. പാസ് കൊടുത്തതിന് ശേഷം നമുക്ക് വണ്ടിക്കകത്ത് ഏറ്റവും മുകളിൽ തന്നെ എത്താനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് പ്രാചീന കാലത്ത് ചരിത്രപ്രസിദ്ധമായ മറ്റൊരു ക്ഷേത്രം തന്നെയാണ് ഈ തെങ്കാശി തിരുമലക്കോവിൽ വരുന്നത്. ഇവിടെ ഒരുപാട് ശില്പങ്ങളൊക്കെ കല്ലിലും കാര്യങ്ങളൊക്കെ കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ആ മയിലിനെ കുത്തിച്ചു. എന്ത് അടിപൊളിയാണെന്ന് അറിയാമോ ഈ ഒരു ഇത് കണ്ട് രസിക്കാനൊക്കെ. അത്രത്തോളം അടിപൊളിയാണ് കേട്ടോ ഇത് കണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി. നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴി നമുക്ക് തിരിച്ച് വണ്ടിയിൽ തന്നെ പോകാൻ പറ്റും. പക്ഷെ ഞാൻ തിരിച്ച് നടന്ന് തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. തിരിച്ച് നടന്നിറങ്ങാനായിട്ടും ഇറങ്ങി എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.